നിവിൻ പോളിക്കെതിരായി പീഡന പരാതി നമ്മൾ കേട്ടു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതേപ്പറ്റി അന്വേഷണം തുടങ്ങി. ഊന്നുകൽ സ്വദേശിനി ഇതിനെ സംബന്ധിച്ച ഒരു പരാതി ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ നേരത്തെ കൊടുത്തിരുന്നു. അവർ ദുബായിൽ പോയപ്പം അവിടെ വെച്ച് തന്നെ നിതിൻ പോളിയും ഒരു സിനിമാ നിർമ്മാതാവും മറ്റും പീഡിപ്പിച്ചെന്നാണ് അവർ പറയുന്നത്. ഏതായാലും ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലെ ആ നടിയും അവരുടെ ഭർത്താവും ഒരു പരാതി കൊടുത്തു. അന്ന് അതേപ്പറ്റി നിവിൻ പോളിയെ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തു എന്ന് പറയുന്നുണ്ട് അവിടുത്തെ SHO. പക്ഷേ ഇപ്പോഴ് അവർ സ്പെഷ്യൽ ടീമിനെ പരാതി കൊടുത്തു കഴിഞ്ഞു. ഇതിനെ സംബന്ധിച്ച് അറിഞ്ഞ ഉടൻ തന്നെ നിവിൻ പോളി പ്രതികരിക്കുകയുണ്ടായി. നിവിൻ പോളി ഒരു പ്രസ് കോൺഫറൻസ് നടത്തി. അത് ടോട്ടലായിട്ട് നിഷേധിച്ചു. ഇതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് പ്രസ് കോൺഫറൻസ് സമയത്ത് പറയുകയും ചെയ്തു. ആ പെൺകുട്ടി പറഞ്ഞ ദിവസം താൻ എറണാകുളത്ത് ആയിരുന്നുവെന്നും അവിടെ വർഷങ്ങൾക്ക് ശേഷം എന്നൊരു സിനിമയിലെ വിനീത് ശ്രീനിവാസന്റെ സിനിമയിലെ ആ 2 ദിവസം അഭിനയിക്കുകയായിരുന്നു എന്നും പറഞ്ഞു. വിനീത് ശ്രീനിവാസൻ അത് സർട്ടിഫൈ ചെയ്തു. തൻ്റെ കൂടെ ആ ആരോപിച്ച ഡേറ്റുകളിൽ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ സ്ത്രീയെ അതേപ്പറ്റി പിന്നീട് ചോദിച്ചപ്പം താൻ അതേപ്പറ്റി ഉറക്കപ്പിച്ചാണ് ആ ഡേറ്റ് പറഞ്ഞതെന്ന് പറഞ്ഞ് അവർ ആ ഡേറ്റ് മാറ്റി. എങ്കിലും ഇതിനെ സംബന്ധിക്കുന്ന അവരെ രണ്ടുപേരുടെയും പാസ്പോർട്ട് ഹാജരാക്കാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പറയുകയും ചെയ്തു. ആ ഗൾഫിലെ താൻ പോയ സന്ദർഭത്തിൽ അവിടെ വെച്ച് തൻ്റെ സുഹൃത്ത് ശ്രേയ എന്ന പെൺകുട്ടി ആ നിവിൻ പോളിയെ പരിചയപ്പെടുത്തി എന്നാണ്. ആ സമയത്ത് നിവിൻ പോളിയുടെ ഒരു സിനിമാ നിർമ്മാതാവ് AK സുനിലും കൂടെ ഉണ്ടായിരുന്നു. അവരോടൊപ്പം ഉണ്ടായിരുന്ന എറണാകുളം സ്വദേശി ബിനു, ബഷീർ, കുട്ടൻ ഇവരെല്ലാം തന്നെ അവിടെ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഏതായാലും ഇതിൻ്റെ ക്ലാരിറ്റി, ഇതിൻ്റെ ഒരു കൃത്യമായ ഒരു അന്വേഷണം SIT നടത്തും. കാരണം ദുബായി പോകും. കാരണം രണ്ടുപേരുടെയും പാസ്പോർട്ടുകൾ ഏതായാലും അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. രണ്ടുപേരും ഒരേ സമയത്ത് ദുബായിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് പോലീസ് നോക്കും. ഉണ്ടായിരുന്നെങ്കിൽ ആ പറയുന്ന ദിവസം അവിടുത്തെ എവിടെ വെച്ചാണ് പീഡിപ്പിച്ചത് ആ ഹോട്ടലിൽ പോയി ഡീറ്റെയിൽസ് എടുക്കേണ്ടി വരും. അവിടെ ഈ നിവിൻ പോളിയും സംഘവും താമസിച്ചിരുന്നോ എന്നും അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും താമസിച്ചിരുന്നോ എന്നുള്ള ഡീറ്റെയിൽസ് എടുക്കേണ്ടി വരും. അതേസമയത്ത് ഈ ഒരു സമയത്ത് ഈ പരാതിക്കാരി അവിടെ ആയിരുന്നോ എന്നും അവരുടെ കൂട്ടുകാരിയാണോ ശ്രേയ എന്നും ഒക്കെ പോലീസ് അന്വേഷിച്ച് കൃത്യമായി ഒരു നടപടിക്രമത്തിലേക്ക് നീങ്ങും. ഏതായാലും ടോട്ടലായിട്ട് ഈ കാര്യം ഇത് നിവിൻ പോളി നിഷേധിക്കുകയും ഇതിൻ്റെ പിന്നിൽ തനിക്കെതിരെ ഒരു ഗൂഢാലോചന അതിശക്തമായിട്ടുണ്ട് എന്നും അദ്ദേഹം പോലീസിലും മുഖ്യമന്ത്രിക്കൊക്കെ പരാതിയും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ സത്യസന്ധത അറിയണമെങ്കിൽ ദുബായിലെ രണ്ടുപേരും ഒരേ സമയത്തായിരുന്നോ എന്നും രണ്ടുപേരും ഒരേ സ്ഥലത്ത് വെച്ച് സമ്മേളിച്ചോ കണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചെങ്കിൽ മാത്രമേ അതിനെപ്പറ്റി ഒരു തീരുമാനം പോലീസിന് പറയാനൊക്കുള്ളൂ. ഏതായാലും ആ പെൺകുട്ടി തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ 2 ദിവസവും താൻ എറണാകുളത്തുണ്ടായിരുന്നെന്നും അത് വിനീത് ശ്രീനിവാസന്റെ ഒരു സിനിമയിൽ അഭിനയിക്കുകയായിരുന്നെന്നും ആ 2 ദിവസം പറഞ്ഞ ആ 2 ദിവസം അവിടെ തന്നെ നിവിൻ പോളി ദുബായി പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് വിനീത് ശ്രീനിവാസൻ സർട്ടിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ശരി, നിരപരാധിയായ ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് ഒഴിവാക്കിയിരിക്കും, അതിന് യാതൊരു സംശയമില്ല. കാരണം അത് ക്രോസ് ചെക്ക് ചെയ്ത ശേഷം മാത്രമേ അതിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ. എന്തായാലും അവർ നേരത്തെ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ കൂടെ അവരുടെ ഹസ്ബൻഡും ഉണ്ട്. ഈ പരാതി സത്യമാണ് എന്ന് അവർ പറയുന്നുണ്ട്. ഏതായാലും പോലീസിന്റെ അന്വേഷണം കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇതേപ്പറ്റി ഒരു കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്ന് കരുതാൻ കഴിയുള്ളൂ. അല്ലാതെ അതിനു മുമ്പ് നമുക്ക് ഇതേപ്പറ്റി കുറ്റക്കാരനാണോ അല്ലയോ ഒന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. രണ്ടുപേരും ഒരേ സമയത്ത് ആ ദുബായിലുണ്ടായിരുന്നു. രണ്ടുപേരുടെയും പാസ്പോർട്ട് വെരിഫൈ ശേഷം അവിടെ പോയി അന്വേഷണം SIT നടത്തിയ ശേഷമേ ഇതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ കഴിയുള്ളൂ.